പന്നി ഓടി നടക്കണണ്ട. ഇത് അഗസ്തീർത്ത് എന്ന തടാകമാണ്. ഇവിടെ ചെറിയ ചെറിയ മാർക്കിംഗ് കണ്ടോ? അന്ന് പണിയെടുത്തിട്ടുള്ള ശില്പികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുള്ളതാണത്. നമ്മുടെ ട്രാവൽ ടാഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. നമ്മുടെ ഉത്തര കർണാടക യാത്ര ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ബദാമി കേവ്സ് കാണാനാണ് പോണത്. അപ്പോൾ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. രാവിലെ 6 മണിക്ക് തന്നെ എല്ലാവരും തയ്യാറായി ഇന്ന് ബദാമി കേവ്സ് കാണാൻ പോവുകയാണ്. ഉദയസൂര്യൻ്റെ വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്ന അഗസ്തീർത്തവും ബദാമി കേവ്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ തന്നെ നമ്മൾ പോണത്. പോകുന്ന വഴിക്ക് ചില കാഴ്ചകളുണ്ട്. ഒരു പന്നി ഓടി നടക്കണുണ്ടോ? അവിടെ തീറ്റയൊക്കെ അന്വേഷിച്ച് രാവിലെ തന്നെ പുറപ്പെട്ടാണ്. ഉദയസൂര്യൻ്റെ വെളിച്ചത്തിൽ പാറക്കൂട്ടങ്ങൾ കാണാൻ കണ്ട വെളിച്ചം വന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ ബദാമി കേവ്സിൻ്റെ അടിഭാഗത്തെത്തി. ഇവിടുന്ന് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 25 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പ്രവേശിക്കാം. വെളിച്ചമായി വരുന്നതേ ഉള്ളൂ. അത് കാരണം നമ്മൾ ഏറ്റവും 4ാമത്തെ ക്ഷേത്രത്തിലേക്കാണ് പോണത്. അവിടുന്ന് ഇങ്ങോട്ട് കണ്ടുവരാം. ഇത് അഗസ്തീർത്ത് എന്ന തടാകമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം ബദാമി പട്ടണം കാണാം. കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിലുള്ള ബദാമി AD 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ഭരിച്ച ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്നു. ഇന്ത്യൻ റോക്കറ്റ് നിർമ്മിതികളുടെ ഉത്തമ ഉദാഹരണമാണിത്. പുലികേശി ഒന്നാമനാൽ സ്ഥാപിക്കപ്പെട്ട ചാലൂക്യ ഡൈനാസ്റ്റി പുലികേശി 2-ാമൻ്റെ കാലത്ത് അതിൻ്റെ ഉന്നതിയിലെത്തി. ഈ നിർമ്മിതികളെല്ലാം അക്കാലത്തെ മതസാംസ്കാരിക ഐഡിയോളജിയെ സൂചിപ്പിക്കുന്നു. യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ബദാമിയിൽ പ്രധാനമായി 4 ഗുഹാക്ഷേത്രങ്ങളാണുള്ളത്. നാലാമത്തെ ഗുഹയിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. നാലാമത്തേത് ജൈനക്ഷേത്രമാണ്. അതിൽ പ്രവേശിച്ചാൽ ഇടതുവശത്തായി ഗോമടേശ്വരൻ്റെ പ്രതിമ കാണാം. തൂണുകളിൽ മഹാവീരനുമായിട്ട് ബന്ധപ്പെട്ട കൊത്തുചിത്രങ്ങളുണ്ട്. വലതുവശത്തായിട്ട് പാർശ്വനാഥനെ കാണാം. ശ്രീകോവിലിൽ ആദിനാഥൻ. സൂര്യപ്രകാശത്തിൽ അഗസ്ത്യ തീർത്ഥത്തിന് ഒന്നുകൂടിയും ഭംഗി കൈവന്നു. ഇത് കേവ് നമ്പർ 3. AD 578 മംഗളേശൻ പണിയെടുപ്പിച്ചതാണ് വിഷ്ണുവിനെ സമർപ്പിച്ചിട്ടുള്ള ഈ ക്ഷേത്രം. ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ കൊത്തുപണികളുള്ളതും ഇവിടെ തന്നെ. വരാന്തയുടെ ഒരു ഭാഗത്ത് ത്രിവിക്രമൻ. അകത്തേക്ക് കിടന്നാൽ മഹാവിഷ്ണു അനന്തിൻ്റെ മുകളിലിരിക്കുന്നു. തൊട്ടടുത്ത് 4 കൈയുള്ള വരാഹം. ഇത് ഹരിഹരൻ, പകുതി ശിവനും പകുതി വിഷ്ണുവും. സീലിംഗിലും ധാരാളം കൊത്തുപണികൾ കാണാം. പുറത്ത് വരാന്തയിൽ മഹാവിഷ്ണു. വിശാലമായ ഉൾഭാഗം. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. അതിൽ 1-2 കൂടി എൻ്റെ ഷാള് പിടിച്ച് വലിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ വേറെ കുസൃതി. ഇനി 2ാമത്തെ കേവിലേക്ക്. വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായ വരാഹത്തെയാണ് ഇവിടെ കാണുന്നത്. വലിയ തലയായിട്ടുള്ള വരാഹം ഭൂമിയെ രക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ത്രിവിക്രമനെയും കാണാം. സീലിംഗിൽ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെയും അതുപോലെ തന്നെ ഗന്ധർവ കപ്പിൾസിനെയൊക്കെ കാണാം. അതുപോലെ തന്നെ മത്സ്യങ്ങൾ, വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമുള്ള മത്സ്യം. 16 മത്സ്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ്ഡായിട്ടുള്ള കുറേ മത്സ്യങ്ങൾ കാണാം. ഇവിടെ ചെറിയ ചെറിയ മാർക്കിംഗ് കണ്ടോ? അന്ന് പണിയെടുത്തിട്ടുള്ള ശില്പികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുള്ളതാണത്. ഇന്നിപ്പോൾ നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ മാർക്ക് ചെയ്യണ പോലെ അന്ന് മാർക്ക് ചെയ്തിരുന്നൊരു സിസ്റ്റമായിരുന്നു അത്. ഇവിടുന്ന് താഴെ ഇറങ്ങിയ ഇനി നമുക്ക് 1ാമത്തെ ഗുഹയിലേക്ക് പോവാം. ശിവനെ സമർപ്പിച്ചിട്ടുള്ള 1ാമത്തെ ഈ ക്ഷേത്രമാണ് ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്നത്. ശിവൻ്റെ വിവിധ രൂപങ്ങൾ ഇവിടെ കാണാം.
നടരാജൻ, അതുപോലെ അർദ്ധനാരീശ്വരൻ, ഹരിഹരൻ, അതൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് നാഗരാജാവ് അനന്തൻ. തൂണുകളിലും ധാരാളം ചിത്രപ്പണികളുണ്ട്. വലതുവശത്ത് നടരാജൻ. 18 കൈകളുണ്ട്. ഒരു കൈയിൽ പാമ്പിനെ പിടിച്ചിരിക്കുന്നു, മറ്റൊരു കൈയിൽ ഉടുക്ക്, വേറൊന്നിൽ തൃശൂലം. മറ്റു കൈകളുടെ വിരലുകൾ ഓരോ നൃത്തമുദ്രകളാണ്. ഇരുവശത്തുമായി നന്ദിയും ഗണപതിയും. തൃശൂലമേന്തിയ ശിവൻ. മഹിഷാസുരമർദ്ദിനിയുടെയും പാർവതീ സമേതനായ ശിവനൊപ്പം ലക്ഷ്മീദേവി നിൽക്കുന്ന ശില്പവും ഇവിടെ കാണാം. ഇത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗെയിം ബോർഡ്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് ഒന്നാമത്തെ കേവിൻ്റെ അകലെ നിന്നുള്ളൊരു കാഴ്ച. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ ബദാമിയുടെ മറ്റു കാഴ്ചകളും കാണാം.